ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി വഴക്ക് പറഞ്ഞ കാര്യമൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ അവളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് മോളങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്നതൊന്നും വേണ്ടാന്ന് വെക്കരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണേ. ഇതിൻ്റെ ഇടയിൽ വീണ്ടും പണം മോഷണം പോകുകയാണ്. അപ്പോൾ അത് സംശയമായിട്ട് അലീനയുടെ അടുത്തേക്ക് വരികയാണ്. കാരണം അലീന ഇങ്ങനെ ദാനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അവൾക്ക് എന്തായാലും പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ കയ്യിലുള്ളത് വരെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചപ്പോൾ 3000 രൂപയാണ് അതിൻ്റെ കയ്യിലുണ്ടായത്, എടുത്തു കൊടുത്തതെന്ന് പറയുകയാണേ. ഇത് കേട്ടോടുകൂടി ബാലൻ പറയും, എത്ര വലിയ പണക്കാരാണെങ്കിലും ഒരു സ്ത്രീ വന്ന് ചോദിക്കുമ്പോൾ 3000 രൂപ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ കൊടുക്കും, ഞാൻ കൊടുക്കും എന്ന് പറയുകയാണേ. അങ്ങനെ പൈസ പോയതിൻ്റെ പേരിൽ അലീനയുടെ ബാഗൊക്കെ കുടഞ്ഞിടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മുഴുവൻ ബബിത പുറത്തിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹരി വെച്ചിട്ടുള്ള ഒരു മോതിരം താഴത്ത് വീഴാണേ. അത് വൈജയന്തി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ മോതിരം ആരാന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെതല്ല എന്ന് തന്നെയാണ് കേട്ടോ അലീന പറയുന്നത്. ഇത് നിൻ്റെതല്ലേ ചോദിക്കല്ല, അത് എൻ്റെതല്ല എന്ന് തന്നെ അലീന പറയാണ് കേട്ടോ. അപ്പോൾ അവിടെയും സംശയങ്ങൾ കൂടുതൽ വരികയാണ് കേട്ടോ, ഈ മോതിരം ആരാണെന്നുള്ളത്. പിന്നീട് കാണിക്കുന്നത് ഒരു അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി ഗ്രേസമ്മ തുറക്കാണ്. അവിടേക്ക് രേവതിക്കുട്ടിയും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ മുറി നോക്കുന്നുണ്ട്, മുറിയിലുള്ള സാധനങ്ങളൊക്കെ നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം ഉള്ള ഒരവസ്ഥയൊക്കെ കാണുമ്പോൾ ഭയങ്കര രേവതിക്കുട്ടിക്കും അതേ ഭയങ്കരമായിട്ട് സങ്കടമാണ്. അങ്ങനെ കുറേ കഥകളൊക്കെ രേവതിക്കുട്ടിനോട് ഗ്രേസമ്മ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.